കഴിഞ്ഞ ദിവസം 5 ടീച്ചേഴ്സ് അച്ചടക്ക നടപടി നേരിട്ടതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിരുന്നു. ഈ അച്ചടക്ക നടപടി നേരിട്ട അധ്യാപകരെ വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയ നടപടി ഉടൻ പിൻവലിക്കണമെന്ന് വയനാട് ജില്ലാ പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാലങ്ങളായുള്ള വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കാൻ ജില്ല കഠിന പ്രയത്നം നടത്തുന്നതിനിടയിൽ ഇത്തരം നടപടികൾ കനത്ത തിരിച്ചടിയാണ്. നടപടി അടിയന്തരമായി തിരുത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്തയച്ചു. ചങ്ങനാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഗുരുതര അച്ചടക്ക ലംഘനത്തിൽ ശിക്ഷിക്കപ്പെട്ട 5 അധ്യാപകരിൽ 3 പേരെയും വയനാട്ടിലേക്ക് സ്ഥലം മാറ്റിയതാണ് ജില്ലാ ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചത്. വയനാട്ടിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കഠിന പ്രയത്നങ്ങൾ നടക്കുന്നതിനിടയിൽ ശിക്ഷിക്കപ്പെട്ടവരെ ജില്ലയിലേക്ക് അയക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ വകുപ്പും ജില്ലാ ഭരണകൂടവും നടപ്പിൽ വരുത്തുന്ന പദ്ധതികളെയെല്ലാം പ്രതികൂലമായി ബാധിക്കും. അച്ചടക്ക ലംഘനത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ആക്ഷേപം സ്കൂളിന്റെ വിജയശതമാനം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു എന്നതാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നു എന്ന പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികളുടെ മാർക്ക് വെട്ടിക്കുറച്ചെന്നും ഇവർക്കെതിരെ ആക്ഷേപമുണ്ട്. വിദ്യാർത്ഥികളെ പാർഷ്യലായി കാണുന്നു. പ്രിൻസിപ്പളും PTA-യും സ്ഥലം MLA പറയുന്നത് പോലും കാര്യങ്ങൾ കേൾക്കാതെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ തയ്യാറാവാത്ത അധ്യാപകരാണ് ഇവരെന്ന് മനസ്സിലാക്കുന്നു. ഈ ആളുകളെ വയനാട് ജില്ലയിലേക്ക് സ്ഥലം മാറ്റുന്നത് വയനാട് ഏറ്റവും പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ കൂടുതൽ പഠിക്കുന്ന സ്കൂളുകളാണ് ഈ പറഞ്ഞ സ്കൂളുകളൊക്കെ. ഇങ്ങോട്ട് സ്ഥലം മാറ്റുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തകർക്കും അധ്യാപകർക്കും ഒക്കെ വലിയ രീതിയിലുള്ള ആശങ്കയാണുള്ളത്. ചങ്ങനാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ നീതു, രശ്മി, ലക്ഷ്മി എന്നിവരെ യഥാക്രമം കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, നീർവാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരിക്കല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്കുമാണ് സ്ഥലം മാറ്റിയത്. മീഡിയ 1 വയനാട്.